ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നു. അതിന് മുളക്, നമ്മുടെ വെളുത്തുള്ളി, 1 ഗ്ലാസ് കടലപ്പരിപ്പ്, 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ്. ഈക്വൽ മെഷർമെൻറ്റിലെടുക്കണം. എണ്ണ ഒഴിക്കാതെ വറുത്തെടുക്കണം. എണ്ണ ഒഴിക്കാതെ മുളക് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറുക്കാൻ പോവാം. എണ്ണയില്ലാതെ നന്നായി വറുത്തെടുക്കണം. ചുമന്ന കളറാകുമ്പോൾ നമ്മളിത് നിർത്തണം. നമ്മളിതിൻ്റെ അകത്ത് വെളുത്തുള്ളി ആണെങ്കിൽ അത് വറക്കത്തില്ല, പച്ചയോടെ തന്നെയാണ് ചെയ്യുന്നത്. ഈ കായം ഇതാണ് ഞാൻ പൊടിയല്ല ഇടുന്നത്. ഇത് പൊടിച്ച് വറുത്തതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ നമുക്ക് നന്നായി പൊടിഞ്ഞു. കഴുകി വൃത്തിയാക്കിയ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുള്ള വെള്ളം വയ്ക്കാൻ പാടില്ല. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലിപ്പൊടി, ദോശയ്ക്ക് ഇതെല്ലാത്തിനും നല്ലതാണ്. കടലപ്പരിപ്പിൻ്റെയും ഉഴുതിൻ്റെയൊക്കെ കളറ് മാറിയിട്ടുണ്ട്. നമുക്കിനി പൊടിച്ചെടുക്കാം. ശകലം എണ്ണ ഇല്ലാതാണ് വറക്കുന്നത്. എണ്ണയിട്ട് വറുത്താൽ നമുക്കിത് പൊടിക്കാൻ പാടാണ്. പിന്നെ ആ എണ്ണ പോലെ പൊടിഞ്ഞ് വരും. അതുകൊണ്ട് എണ്ണ ഒഴിക്കല്ലേ കേട്ടോ ഗൈസ്. പൊടിക്കാൻ നേരം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് പൊടിക്കണം. പാതി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇടുന്ന ഈ പരിപ്പിനെല്ലാം ഗ്യാസ് അല്ലേ, അതുകൊണ്ടാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇതാ പൊടിച്ച് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ. ഞാനും ആദ്യമൊക്കെ വിചാരിച്ചായിരുന്നു വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പൊടിയുമോ അരയുമോ എന്നൊക്കെ. നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും വെളുത്തുള്ളി. നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു ഫ്ലേവറുമാണത്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ മിക്സി ചൂടാവുമല്ലോ, അത് കാരണം ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് എയർ ടൈറ്റ് ഡബ്ബയിൽ ഇട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉറുമ്പ് കയറാതെ നോക്കിയാൽ മതി. കാരണം പരിപ്പൊക്കെ തന്നെ ഉറുമ്പ് വരും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ദോശയ്ക്കോ ഇഡ്ഡലിക്കോ എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഒരു ശകലം പൊടി എടുത്തിട്ട് ശകലം എണ്ണയോ നെയ്യോ ഒഴിച്ചിട്ട് കഴിച്ചാൽ മതി. ഈസി ആയിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. എണ്ണ ഒഴിക്കാതെ വേണം നമ്മളെല്ലാം വറുത്തെടുക്കാൻ. എണ്ണ ഒഴിച്ചാൽ അത് കനച്ചു പോവും. പിന്നെ അത് തന്നെയല്ല, പൊടിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.